മട്ടന്നൂർ നഗരത്തിനോട് ചേർന്നുള്ള ചെക്യോട്ട് വയലിലേക്ക് കടന്നുപോകുന്ന ഡ്രൈനേജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ കിണറിലേക്ക് മലിനജലം ഒഴുകുന്നതും മലിനജലം കെട്ടിക്കിടക്കുന്നതും തടയാനാകും. മട്ടന്നൂർ ടൗണിൽ നിന്ന് ചെക്യോട്ട് വയലിലേക്ക് കടന്നുപോകുന്ന ഓവുചാലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു. ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം നിരവധി വീട്ടുകാരാണ് വർഷങ്ങളായി ദുരിതമനുഭവിച്ചു വന്നിരുന്നത്. പോലീസ് സ്റ്റേഷന് പിറകിലൂടെ കടന്നുപോകുന്ന ഓവുചാലിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. കിണർവെള്ളം മലിനമായതിനാൽ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പ്രദേശത്ത് ഓവുചാലിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നില്ല. ഇതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. നിലവിലുള്ള ഓവുചാൽ വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. 65 ലക്ഷം രൂപ ചെലവിട്ടാണ് കോൺക്രീറ്റ് ഡ്രെയിനേജ് നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് പൂർത്തിയാവുന്നതോടെ കിണറിലേക്ക് മലിനജലം ഒഴുകുന്നതും മലിനജലം കെട്ടിക്കിടക്കുന്നതും തടയാൻ കഴിയും. മാർച്ച് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്ന് നഗരസഭ ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു. മട്ടന്നൂർ നഗരത്തിലെ ഓടകളിലൂടെ ഒഴുകുന്ന മലിനജലം നഗരത്തിൻ്റെ അടുത്തുള്ള ചെക്യോട് വയലിൽ എത്തിച്ചേരുകയും സമീപത്തുള്ള വീടുകളിലെ കിണറുകൾ മലിനമാവുകയും ചെയ്യുന്ന പ്രശ്നം ഏറെക്കാലമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. കുടിവെള്ളം മലിനമാക്കപ്പെടുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 65 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പ്രദേശത്ത് കോൺക്രീറ്റ് ഡ്രെയിനേജും ഒപ്പം ഒരു ഫുട്പാത്തും എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവുകയാണ്. കിണറുകളിലേക്ക് മലിനജലം ഇറങ്ങുന്ന പ്രശ്നവും ഇതോടുകൂടി അവസാനിപ്പിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.